ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷിന്റെ രാഷ്ട്രീയ ചരിത്രവും അധികാരത്തിന്റെ തുടക്കവും. ഭാഗം 2. കർണാട്ടിക് യുദ്ധങ്ങൾ 1746 ടു 1763. കർണാട്ടിക് യുദ്ധങ്ങൾ 1746 ടു 1763. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നടന്ന യുദ്ധങ്ങളുടെ അനന്തരഫലമാണ് ഇന്ത്യയിലെ കർണാടക യുദ്ധങ്ങൾ. ഒന്നാം കർണാടിക് യുദ്ധം ഓസ്ട്രിയൻ പിന്തുടർ പിന്തുടർച്ചാവകാശത്തിന്റെ അനന്തരഫലമായിരുന്നു. മൂന്നാം കർണാടിക് യുദ്ധം സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായിരുന്നു. ഒന്നാം കർണാടിക് യുദ്ധം 1746 ടു 1748. 1742 മരിയ തെരേസയെ ഓസ്ട്രിയയുടെ സിംഹാസനത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അത് പ്രഷ്യയിലെ ഫ്രെഡറിക് നിരസിച്ചതാണ് കാരണം. ഫ്രഞ്ചുകാർ ഓസ്ട്രിയയെയും ബ്രിട്ടീഷ് പ്രഷ്യയെയും പിന്തുണച്ചു. ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമം. 1745 മദ്രാസ് ഗവർണറായിരുന്ന നിക്കോളാസ് മോഴ്സ് കൊറമാൻഡലിൽ വെച്ച് കപ്പൽ ഫവോറി പിടിച്ചെടുത്തു. 1745 മദ്രാസ് ഗവർണറായിരുന്ന നിക്കോളാസ് മോഴ്സ് കൊറമാൻഡലിൽ വെച്ച് ഫ്രഞ്ച് കപ്പൽ ഫവോറി പിടിച്ചെടുത്തു. ബ്രിട്ടീഷ് നാവിക പടയെ നേരിടാനുള്ള ശേഷി ഫ്രഞ്ച് കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. ഡ്യൂപ്ല മൊറീഷ്യസിലെ ഗവർണറായിരുന്ന നോയ്സിന്റെ സഹായം അഭ്യർത്ഥിച്ചു. ഡ്യൂപ്ല മൊറീഷ്യസിലെ ഗവർണറായിരുന്ന നോയ്സിന്റെ സഹായം അഭ്യർത്ഥിച്ചു. 1746 മൊറീഷ്യസിൽ നിന്നെത്തിയ നാവികസേനയുടെ സഹായത്തോടെ ഡ്യൂപ്ലെ ഇംഗ്ലീഷുകാരിൽ നിന്ന് മദ്രാസ് പിടിച്ചെടുത്തു. മദ്രാസ് കർണാട്ടിക് നവാബിന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നതിനാൽ ഇംഗ്ലീഷുകാർ നവാബിന്റെ സഹായം അഭ്യർത്ഥിച്ചു. മദ്രാസിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നവാബിന്റെ അഭ്യർത്ഥന ഫ്രഞ്ചുകാർ നിരസിച്ചപ്പോൾ അദ്ദേഹം അവർക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി. എന്നാൽ നവാബിന്റെ 10,000-ഓളം വരുന്ന സൈന്യത്തെ കമ്പനിയുടെ ചെറു സൈന്യം സെന്റ് തോം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത സ്ഥലം ഏതാണ്? മദ്രാസ് ആണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശം മദ്രാസ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തോടെ അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ഐക്സ്ല ചാപ്പല്ലെയാണ്. 1748 ഐക്സ്ല ചാപ്പല്ലെ. ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണറാണ് ഡൂപ്ലെക്സ്. ഓക്കെ. ഐക്സ്ല ചാപ്പല്ലെ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് തിരികെ ലഭിച്ചു. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 ടു 1754. ഹൈദരാബാദിലും കർണാടകയിലും പിന്തുടർച്ചാവകാശ തർക്കം ഉണ്ടായി. കർണാട്ടിക് ചന്ദ സാഹിബിനെ ഡൂപ്ലൈ പിന്തുണച്ചത്, അൻവറുദ്ദീനെ ബ്രിട്ടീഷ് പിന്തുണച്ചത് തമ്മിലുള്ള പോരാട്ടം. കർണാട്ടിക് ചന്ദ സാഹിബിനെ ഡൂപ്ലെക്സ് അതായത് ഫ്രഞ്ച് പിന്തുണച്ചത്, അൻവറുദ്ദീനെ ബ്രിട്ടീഷ് പിന്തുണച്ചു തമ്മിലുള്ള പോരാട്ടം. ഹൈദരാബാദ് മുസഫർ ജംഗ് ഡൂപ്ലൈ പിന്തുണച്ചു. നസീർ ജംഗ് ബ്രിട്ടീഷ് പിന്തുണച്ചു. ഓക്കെ. ഹൈദരാബാദിലെ മുസഫർ ജംഗ് ഡൂപ്ലൈ പിന്തുണച്ചു, നസീർ ജംഗ് ബ്രിട്ടീഷ് പിന്തുണച്ചു. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിലെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നേതാവ് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശം ആർക്കോട്ടാണ്, കർണാടകയിലെ ആർക്കോട്ട്. 1754 ഡൂപ്ലൈ ഫ്രാൻസിലേക്ക് തിരിച്ചു വിളിച്ചു. ഫ്രഞ്ച് ഗവർണർ ആരാണ്? ഗോഡഹ്യൂ. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി പോണ്ടിച്ചേരി ഉടമ്പടി 1754. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി പോണ്ടിച്ചേരി ഉടമ്പടി 1754. മൂന്നാം കർണാട്ടിക് യുദ്ധം 1757 ടു 1763. 1757 ടു 1763. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധം 1756 ആരംഭിച്ചു. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധം 1756 ആരംഭിച്ചു. മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു? കൗണ്ട് ഡി ലാലി. മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ക്ലൈവ് വാട്സൺ അയർകൂട്ട്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി 1758 ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ട ഏതാണ്? സെന്റ് ജോർജ് കോട്ട. അടുത്തത് വാൻഡിവാഷ് യുദ്ധം നടന്ന വർഷം 1760.
1760 വാൻഡിവാഷ് യുദ്ധം നടന്നത്. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ ഇടയായ യുദ്ധമാണിത്, വാൻഡിവാഷ് യുദ്ധം. വാൻഡിവാഷ് യുദ്ധം നടന്നത് തമിഴ്നാട്ടിലെ വന്തവാസി എന്ന പട്ടണത്തിലാണ്. വാൻഡിവാഷ് യുദ്ധം നടന്നത് തമിഴ്നാട്ടിലെ വന്തവാസി എന്ന പട്ടണത്തിലാണ്. വാൻഡിവാഷ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ സർ ഐർക്യൂട്ടും ഫ്രഞ്ച് സൈന്യത്തെ കൗണ്ട് ഡി ലാലിയും നയിച്ചു. 1761 ബ്രിട്ടീഷുകാർ പോണ്ടിച്ചേരി പിടിച്ചെടുത്തെങ്കിലും തിരികെ നൽകി. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി 1763 പാരീസ് ഉടമ്പടി. കർണാട്ടിക് യുദ്ധങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഫ്രഞ്ചുകാരുടെ മോഹം ഇതോടെ എന്നേക്കുമായി അവസാനിച്ചു. ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സഹായകമായി. യുദ്ധത്തിലുണ്ടായ വിജയം അവരെ ഇന്ത്യൻ സമുദ്രത്തിലെ അധിപന്മാരാക്കി മാറ്റി. ഫ്രഞ്ച് കമ്പനിയുടെ സൈനിക ഭീഷണി ഇല്ലാതായതോടെ ബ്രിട്ടീഷുകാർ കർണാട്ടിക്കിലെയും ഡക്കാനിലെയും അധിപന്മാരായി തീർന്നു. യൂറോപ്യൻ സൈന്യത്തിന്റെ മികവും പാശ്ചാത്യ യുദ്ധരീതികളുടെ മേന്മയും ഈ യുദ്ധങ്ങൾ തെളിയിച്ചു. ഫ്രഞ്ചുകാരുടെ പരാജയ കാരണം എന്തെല്ലാമാണ്? ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ശ്രദ്ധ മുഴുവൻ യൂറോപ്പിൽ കേന്ദ്രീകരിച്ചിരുന്നതിനാൽ ഇന്ത്യൻ കാര്യങ്ങളിൽ ശ്രദ്ധയും താല്പര്യവും കുറവായിരുന്നു. ബംഗാളിനു മേൽ ഇംഗ്ലീഷുകാർക്കുണ്ടായിരുന്ന മേധാവിത്വവും ഫ്രഞ്ച് പരാജയത്തിന് കാരണമായി. ബംഗാളിന്റെ നിയന്ത്രണം ദ്രുതഗതിയിൽ സൈനിക നീക്കങ്ങൾ നടത്താൻ ഇംഗ്ലീഷുകാർക്ക് സഹായകമായി. നേതൃത്വപരമായ പോരായ്മകളും ഫ്രഞ്ചുകാരുടെ പരാജയത്തിന് വഴിവെച്ചു. ഡക്കാനിലെ ഫ്രഞ്ച് കേന്ദ്രങ്ങൾ വളരെ ദുർബലമായിരുന്നു. വേണ്ടത്ര വിഭവങ്ങൾ അവയ്ക്കുണ്ടായിരുന്നില്ല. പോണ്ടിച്ചേരി ആയിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രം. അടുത്തത് പ്ലാസി യുദ്ധം 1757. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ പാകിയ യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. ബംഗാൾ ആക്രമണം എന്ന ആശയത്തിന് പുറകിൽ കമ്പനിക്ക് പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 1. കമ്പനിയുടെ വ്യാപാരം സുരക്ഷിതമാക്കുക. 2. ബംഗാളിലെ റവന്യൂ കൈവശപ്പെടുത്തുക. 1756 ബംഗാളിലെ നവാബായ അധികാരമേറ്റ സിറാജ് ദൗള കമ്പനിയുടെ ബദ്ധശത്രുവായിരുന്നു. സിറാജ് ദൗളയും കമ്പനിയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. സിറാജ് ദൗളയുടെ പിന്തുടർച്ചാവകാശത്തെ ചോദ്യം ചെയ്ത് അനുവാദമില്ലാതെ കമ്പനി കൽക്കത്തയെ കോട്ട കെട്ടി സംരക്ഷിച്ചു. ബ്ലാക്ക് ഹോൾ ദുരന്തം. കമ്പനി ഉദ്യോഗസ്ഥന്മാർ സ്വകാര്യ കച്ചവടം നടത്തിക്കൊണ്ട് അവർക്ക് ലഭിച്ചിരുന്ന കച്ചവടാനുകൂല്യങ്ങൾ ദുരുപയോഗപ്പെടുത്തി. നവാബിന്റെ ആഗ്രഹത്തിന് വിപരീതമായി വൻ സമ്പത്തുമായി കടന്നുകളഞ്ഞ കൃഷ്ണദാസിന് കമ്പനി അഭയം നൽകി. ബ്ലാക്ക് ഹോൾ ദുരന്തത്തിന്റെ വർഷം 1756. ഇരുട്ടറ ദുരന്തം 1756. കൽക്കട്ടയിലെ വില്യം കോട്ടയും ബ്രിട്ടീഷ് ഫാക്ടറികളും പിടിച്ചെടുത്തു. 120ഓളം ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടറയിൽ അടച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന സംഭവമാണ് ഇരുട്ടറ ദുരന്തം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ജൂൺ 23. 1757 ജൂൺ 23. പ്ലാസി യുദ്ധം സിറാജ് ദൗളയ്ക്കും റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ. നവാബിന്റെ മിലിറ്ററി കമാൻഡർ ആയിരുന്ന മിർ ജാഫറുമായി റോബർട്ട് ക്ലൈവ് രഹസ്യ സഖ്യമുണ്ടാക്കി. 1757 ജൂൺ 23 ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യവും നവാബിന്റെ സൈന്യവും തമ്മിൽ മുർഷിദാബാദിന് സമീപം പ്ലാസി എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി. മിർ ജാഫറിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സൈനിക വിഭാഗം യുദ്ധം ചെയ്യാതെ നോക്കുകുത്തികളായി നിന്നു. ആധുനിക പരിശീലനം ലഭിച്ചിരുന്ന ഇംഗ്ലീഷ് സൈന്യം നവാബിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്തു. സിറാജ് ദൗള തടവുകാരനായി പിടിക്കപ്പെടുകയും മിർ ജാഫറിന്റെ മകനാൽ മീരാൻ വധിക്കപ്പെടുകയും ചെയ്തു. മിർ ജാഫറിന്റെ മകനാണ് മീരാൻ. മുൻ നിശ്ചയപ്രകാരം മിർ ജാഫർ ബംഗാളിലെ നവാബായി അവരോധിക്കപ്പെട്ടു. സിറാജ് ദൗളയുടെ പരാജയത്തെ തുടർന്ന് ഈ ബ്രിട്ടീഷുകാർ ബംഗാളിൽ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കുന്നതിനുള്ള അടിത്തറ പാകി. യുദ്ധാനന്തരം ബംഗാൾ രാജാവായി കിരീടമണിഞ്ഞ സിറാജ് ദൗളയുടെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? മിർ ജാഫർ ആണ്. പ്ലാസി യുദ്ധത്തിൽ മുഗൾ ഭരണാധികാരിയായിരുന്ന ആളാരായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ആലംഗീർ രണ്ടാമനാണ്. ആലംഗീർ രണ്ടാമൻ. നെക്സ്റ്റ് യുദ്ധത്തിന്റെ ഫലങ്ങൾ. മിർ ജാഫർ ബംഗാളിന്റെ പുതിയ നവാബായി. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ കമ്പനി
സ്വാതന്ത്ര്യ വ്യാപാരത്തിനുള്ള അവകാശം ലഭിച്ചു. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ കമ്പനിക്ക് സ്വതന്ത്ര വ്യാപാരത്തിനുള്ള അവകാശം ലഭിച്ചു. കൽക്കത്തയ്ക്ക് അടുത്തുള്ള 24 പർഗാനകളുടെ ജമീന്ദാരി അവകാശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അത് അവരെ ബംഗാളിന്റെ യജമാന്മാരാക്കി. നഷ്ടപരിഹാരമായി വൻതുക കമ്പനിക്ക് നൽകി. വൻതോതിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് വിഭവ ചോർച്ച ആരംഭിച്ചത് പ്ലാസി യുദ്ധത്തോടെയാണ്. അടുത്തത് ബക്സർ യുദ്ധം 1764. ബക്സർ യുദ്ധം 1764. ബ്രിട്ടീഷുകാർ പ്ലാസിയിൽ നേടിയ വിജയം സൈനിക മേന്മയിലൂടെ അല്ല, ഉപജാപത്തിലൂടെ ആയിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണ്? ബക്സർ യുദ്ധമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം ബക്സർ യുദ്ധം. മിർ ജാഫർ ഒരു കാര്യക്ഷമമായ ഭരണാധികാരി ആയിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തിന് പകരം മിർ ജാഫറിന്റെ മരുമകൻ നിയമിതനായി. കമ്പനിയുടെ വ്യാപാര ആനുകൂല്യങ്ങളുടെ ദുരുപയോഗം തടയാൻ മിർ കാസിം ശ്രമിച്ചു. 1763 കമ്പനി സൈന്യം കാസിമിനെ ആക്രമിക്കുകയും അദ്ദേഹം ഔദിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഷുജാ ഉദ് ദൗള, ഔദിലെ നവാബ്, ഷാ ആലം രണ്ടാമൻ, മുഗൾ ചക്രവർത്തി എന്നിവരുമായി മിർ കാസിം സഖ്യമുണ്ടാക്കി. 1764 ഒക്ടോബർ 22-നാണ് ബക്സർ യുദ്ധം നടന്നത്. 1764 1764 ഒക്ടോബർ 22 അന്നാണ് ബക്സർ യുദ്ധം നടന്നത്. ഓക്കെ, ബക്സർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. ബക്സർ ബീഹാർ, ബി. ഓക്കെ. മിർ കാസിം ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ടു. മറ്റുള്ളവർ ബ്രിട്ടീഷുകാരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെട്ടു. ബക്സർ യുദ്ധകാലത്ത് ബംഗാൾ ഗവർണർ ആരായിരുന്നു? ഹെൻറി വൻസി ടാർട്ട് ആയിരുന്നു. ബക്സർ യുദ്ധകാലത്ത് ബംഗാൾ ഗവർണർ ഹെൻറി വൻസി ടാർട്ട്. ഓക്കെ, ബക്സർ യുദ്ധത്തിന്റെ പരാജയത്തെ തുടർന്ന് ഉണ്ടായ ഉടമ്പടി ഏതാണ്? ഒന്നാം അലഹബാദ് ഉടമ്പടിയാണ്. 1765 ഒന്നാം അലഹബാദ് ഉടമ്പടി. ഓക്കെ, യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഷാ ആലം രണ്ടാമൻ ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ദിവാനി അവകാശം നൽകി. ഷാ ആലം രണ്ടാമൻ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ദിവാനി അവകാശം നൽകി. ഓക്കെ, നികുതി പിരിക്കാനുള്ള അധികാരമാണ് ദിവാനി അവകാശം. ഓക്കെ. 2 കമ്പനി അധികാരം നിയമവിധേയമാക്കി. 3 ദ്വിഭരണം സ്ഥാപിക്കൽ. 4 കമ്പനിയുടെ അന്തസ്സും സൈനിക ശക്തിയും വർദ്ധിച്ചു. 5 റോബർട്ട് ക്ലൈവ്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശില്പി റോബർട്ട് ക്ലൈവ്. വാറൻ ഹാസ്റ്റിംഗ് 1772 ബംഗാൾ ഗവർണറാണ് വാറൻ ഹാസ്റ്റിംഗ്. ദ്വിഭരണം നിർത്തലാക്കി ബംഗാളിന്റെ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തു. 1773 റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹാസ്റ്റിങ്സ്. വെല്ലസ്ലി പ്രഭു 1798 സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ. വെല്ലസ്ലി പ്രഭു 1798 സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ. 8 ലോർഡ് ഡൽഹൌസി 1848 ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്താവകാശ നിരോധന നിയമം. Okay, thank you so much for listening me. We'll see you next video.